കേരള രാഷ്ട്രീയത്തിൽ പിണറായിസം അവസാനിപ്പിക്കാനുള്ള പി.വി. അൻവറുടെ പോരാട്ടങ്ങൾക്ക് സ്വീകാര്യത ഉണ്ടാവുകയാണ്. അൻവറെ UDF-ൽ ഉൾപ്പെടുത്താൻ മുസ്ലിം ലീഗ് ശുപാർശ ചെയ്തതോടെ അൻവറിന്റെ പാർട്ടി കേരള രാഷ്ട്രീയത്തിൽ ശ്രദ്ധാകേന്ദ്രമാവുമെന്ന് ഉറപ്പായി. നേരിട്ട് കോൺഗ്രസിൽ ചേരുന്നതിന് പകരം ഒരു പാർട്ടിയുമായി UDF-ൽ പ്രവേശിക്കാനുള്ള നീക്കമാണ് പി.വി. അൻവർ നടത്തുന്നത്. ഇതോടെ അൻവറുടെ DMK പച്ചപിടിക്കാനുള്ള സാധ്യതയും തെളിയുകയാണ്. വളരെ ആസൂത്രിതവും ബുദ്ധിപൂർവവുമായ രാഷ്ട്രീയ നീക്കങ്ങളാണ് അൻവർ അണിയറയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. UDF പ്രവേശനം സാധ്യമാക്കാനായി അൻവർ ഇന്ന് പാണക്കാട് തങ്ങളെ കാണാനായി കൊടപ്പനക്കൽ തറവാട്ടിലെത്തിയതോടെ പുതിയൊരു യുഗത്തിനുള്ള തുടക്കമാണ് കുറിച്ചിരിക്കുന്നത്. പാണക്കാട് തറവാട്ടിലെത്തിയ അൻവറിന് പ്രതീക്ഷിച്ചതിലും വലിയ സ്വീകാര്യത കൂടി ലഭിച്ചതോടെ കോൺഗ്രസിനും ഇനി അൻവറിനെ സ്വീകരിച്ചേ പറ്റൂ എന്ന രാഷ്ട്രീയ കാലാവസ്ഥയാണ് രൂപപ്പെട്ടിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവുമായുള്ള അഭിപ്രായ ഭിന്നതയ്ക്ക് അയവ് വന്നതും അൻവറിനെ അറസ്റ്റ് ചെയ്ത പോലീസ് നടപടിക്കെതിരെ സതീശൻ പരസ്യ പ്രതികരണവുമായി രംഗത്തെത്തിയതും അൻവറിന് അനുകൂല ഘടകമായി മാറിയിരിക്കുകയാണ്. നിരവധി മലയോര കർഷകരെ നേരിട്ട് ബാധിക്കുന്ന വിഷയമാണ് അൻവർ ഏറ്റെടുത്തിരിക്കുന്നത് എന്നതിനാൽ UDF അൻവറിന് പിന്തുണ നൽകാൻ നിർബന്ധിക്കപ്പെടുകയായിരുന്നു. സംസ്ഥാനത്ത് വനനിയമ ഭേദഗതി നടപ്പാക്കാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ സന്ധിയില്ലാത്ത സമരമാണ് അൻവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കർഷകരുടെ വിഷയം ഉയർത്തിപ്പിടിച്ച് സമരമുഖത്തേക്ക് എടുത്തു ചാടിയ അൻവർ അറസ്റ്റ് വരിച്ചതും ജയിൽവാസവുമെല്ലാമായി വീണ്ടും കേരള രാഷ്ട്രീയത്തിലും മാധ്യമങ്ങളിലും നിറഞ്ഞു നിൽക്കുകയാണ്. കോൺഗ്രസും മുസ്ലിം ലീഗും കേരള കോൺഗ്രസും ഒക്കെ അടങ്ങുന്ന UDF ഏറ്റെടുക്കേണ്ട സമരത്തിനാണ് പി.വി. അൻവർ തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇതോടെ അൻവറിനെ കൂടെ കൂട്ടുക എന്നത് UDF-നും അനിവാര്യമായി മാറുകയാണ്. കോൺഗ്രസിൽ ചേരാനുള്ള നീക്കങ്ങൾ നടത്തിയ അൻവറിന് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ എതിർപ്പുകൾ വിലങ്ങുതടിയായിരുന്നു. വനനിയമ ഭേദഗതി ബില്ലിനെതിരെ പ്രതിഷേധ ജാഥ സംഘടിപ്പിച്ച അൻവറുമായി സഹകരിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ച കോൺഗ്രസിനും ഒറ്റ ദിവസം കൊണ്ട് ആ തീരുമാനം മാറ്റേണ്ടി വന്നു. കഴിഞ്ഞ 8.5 വർഷമായി അധികാര രാഷ്ട്രീയത്തിൽ കൊടപ്പനക്കൽ തറവാട് ഇല്ല. ഇത് ലീഗിനെ വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട് എന്ന് സത്യവുമാണ്. ഇത്തരമൊരു രാഷ്ട്രീയ കാലാവസ്ഥയിലാണ് പി.വി. അൻവർ ഇടതുപാളയത്തിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞതും മുഖ്യമന്ത്രി അടക്കമുള്ള CPM നേതാക്കളോട് പോരാട്ടം പ്രഖ്യാപിച്ചതും. UDF-ന് രാഷ്ട്രീയമായി ഏറെ ഗുണം ചെയ്യുമെന്ന വിലയിരുത്തലും കോൺഗ്രസിനുണ്ട്. പ്രതിപക്ഷ നേതാവിന് പോലും ലഭിക്കാത്ത നിരവധി അഴിമതി ആരോപണങ്ങളാണ് കഴിഞ്ഞ 3 മാസത്തിനിടയിൽ അൻവർ ഉന്നയിച്ചത്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ P. ശശിക്കെതിരെ നിരവധി ആരോപണങ്ങളാണ് അൻവർ ഉന്നയിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ BJP നേതൃത്വവുമായി ഉണ്ടാക്കിയ പൊളിറ്റിക്കൽ ഡീൽ തുടങ്ങി ADGP MR അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ RSS നേതാക്കളുമായി ഉണ്ടാക്കിയ രഹസ്യ ബന്ധം എന്നിവയെല്ലാം പരസ്യമായ ചർച്ചാ വിഷയമാക്കിയതും അൻവറാണ്. ഇതെല്ലാം വരുന്ന തെരഞ്ഞെടുപ്പിൽ UDF-ന് രാഷ്ട്രീയമായി നേട്ടമുണ്ടാക്കുമെന്നത് തന്നെയാണ് കോൺഗ്രസിന്റെയും ലീഗിന്റെയും വിലയിരുത്തൽ. ഒറ്റയാനായി നിന്നുകൊണ്ട് CPM-നെ വെല്ലുവിളിക്കുകയും പിണറായി വിജയനെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും വെല്ലുവിളിക്കുകയും കടുത്ത പ്രതിരോധത്തിലാക്കുകയും ചെയ്ത അൻവറിനെ ചില നേതാക്കളുടെ താല്പര്യത്തിന്റെ പേരിൽ മാറ്റി നിർത്തേണ്ടതില്ല എന്ന നിലപാടിലേക്ക് കോൺഗ്രസും എത്തിയിരിക്കുകയാണ്. അൻവർ ഇന്ന് രാവിലെ നിലമ്പൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വനംവകുപ്പ് മന്ത്രിയെയും ഉദ്യോഗസ്ഥരെയും പ്രതിക്കൂട്ടിലാക്കുന്ന ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കെതിരെ ഉയർത്തിയ പ്രധാന ആരോപണം RSS നേതാക്കളുമായുള്ള ബന്ധമായിരുന്നുവെന്നതും ശ്രദ്ധേയമാണ്. മുസ്ലിം വിരുദ്ധ നിലപാടാണ് മുഖ്യമന്ത്രിക്കെന്ന് വ്യക്തമായ സന്ദേശം നൽകിയതിന് ശേഷമാണ് പാണക്കാട് തങ്ങളെ കാണാനായി പുറപ്പെട്ടത്. മുഖ്യമന്ത്രി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പാണക്കാട് തങ്ങളെ വിമർശിച്ച് രംഗത്തെത്തിയതും മലപ്പുറത്തെക്കുറിച്ചുള്ള അധിക്ഷേപവും എല്ലാം RSS പിണറായി ബന്ധത്തിന്റെ ഭാഗമാണെന്ന് കുറച്ചുകൂടി വ്യക്തമാക്കുകയായിരുന്നു പി.വി. അൻവർ. ഏത് വിധേനയും അധികാരത്തിലെത്തുകയാണ് ലക്ഷ്യമെന്നും അതിനാൽ സമാന മനസ്കരായവരുമായി ചേരുകയെന്നതാണ് രാഷ്ട്രീയ നയമെന്ന് മുസ്ലിം ലീഗ് പരസ്യ നിലപാട് സ്വീകരിച്ചതോടെ അൻവറിന്റെ UDF പ്രവേശനം കുറച്ചുകൂടി വേഗത്തിലാവുമെന്നാണ് കണക്കുകൂട്ടുന്നത്.